ദേശീയപാത സർവീസ് റോഡിലെ കുഴികളിലും വെള്ളക്കെട്ടിലും പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. കോഴിക്കോട് നന്ദിപ്പാലൂരിൽ നാട്ടുകാരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കി സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ റോഡിലെ കുഴിയിൽ വീണ് ലോറി മറിയുകയുണ്ടായി. പ്രദേശത്തെ വീട്ടുകാർക്ക് ചെളിവെള്ളത്തിൽ ചവിട്ടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഭയങ്കര അപാരം. ഇത് തന്നെയാണ് യാത്രക്കാരിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഒരുപാട് കാലമായില്ലേ ഇവരിങ്ങനെ ആക്കി വെച്ചിട്ട്. എന്തൊരു ദുരിതമാണെന്ന് നോക്കുക. നമ്മുടെ ഒരു സർവീസ് റോഡിന്റെ അവസ്ഥയാണ് ഇങ്ങനെ. ഇത് കൊയിലാണ്ടി പാലൂരിൽ 20-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെയൊരു ഇത്രയും മോശാവസ്ഥയിൽ സർവീസ് റോഡ് ഉള്ളത്. എന്താ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന അനുഭവം? കല്ലുമണ്ടി നാളെ ഒരു കല്ലുമണ്ടി ഇവിടെ പൊട്ടി കുടുങ്ങി കിടക്കുന്നു. ഓരോ അനുഭവങ്ങൾ നമുക്ക് എന്താ അനുഭവം എന്നും തന്നെ. ഇപ്പോൾ തുലാമഴ പെയ്തു തുടങ്ങിയ സമയം മുതൽ വിധത്തിൽ വലിയ വെള്ളക്കെട്ടാണ്. കുഴിയിലേക്ക് വെള്ളം വന്ന് നിറഞ്ഞ് കുഴി ഏതാണെന്ന് മനസ്സിലാകാതെയുള്ള അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് വെങ്ങളം അഴിയൂർ സ്ട്രെച്ചാണ്. വകാഡ് എന്ന കമ്പനിയാണ് ഇവിടെ നിർമ്മാണം നടത്തുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ തോണി കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് നമ്മൾ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ കൂടിയാണ് ഈ റോഡിന്റെ. വളരെ പരിതാപകരമാണ്. ഇതിലേക്കുള്ള യാത്ര എങ്ങനെയുണ്ട്? ആരോഗ്യത്തിന് നല്ലതാണ്? തീർച്ചയായും വളരെ നല്ല. ഊരന്റെ ഡിസ്ക് ഒക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഊരവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വിഷമാണ്. ഞങ്ങളൊക്കെ ബന്ദിയാക്കിയിട്ടാണ് ഗവൺമെൻറ് ഇപ്പം ഞങ്ങളവിടെ നിലനിർത്തിയിട്ടുള്ളത്. ഞങ്ങൾ പുറത്തിറങ്ങലില്ല. പ്രായമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. സുഖമില്ലാത്ത കുട്ടികളുണ്ട് ഇവിടെ. അതുകൊണ്ട് അധികം താമസിക്കാറില്ല. നമ്മളൊക്കെ വീട്ടിലാണ് ഉമ്മാനെയും കൊണ്ട് നിൽക്കൽ. ഇപ്പം കുറച്ചായിട്ട് ഇവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കും. അപ്പോഴേക്ക് ഇങ്ങനെ മഴ പെയ്യും, വെള്ളമാവും, കുഴി, അതൊക്കെ പ്രശ്നം തന്നെ. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോകാണല്ലോ. വടകര ടൗൺ മുതൽ ഈ സ്ഥലം വരെ ഞങ്ങൾ ഈ താറിൽ പോലും ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മൊത്തം പ്രശ്നമാണ്. കാരണം വെള്ളം പോകുന്നില്ല. വെള്ളം കെട്ടി നിന്നിട്ട് ഡ്രെയിനേജുകളെല്ലാം ബ്ലോക്കായിട്ട് അതിനൊരു പരിഹാരം അധികാരികൾ ഇത് മാസങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൽ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വണ്ടി ഒരാഴ്ച കഴിയുമ്പോൾ വർക്ക്ഷോപ്പ് കയറ്റേണ്ട അവസ്ഥയാണ്. ഇതാരോടെ പറയാമെന്നൊരു പിടുത്തമില്ല. വലിയ പ്രയാസമാണ്, വലിയ ദുരിതമാണ്. പറ്റുമെങ്കിൽ ഇതൊന്ന് ശരിയാക്കി തരണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ വേണുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.